പോലെ ഒരു പൊതുപ്രവർത്തകനെ മർദ്ദിച്ചവശരാക്കിയ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും ഇന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരമ്പലത്തിലെ ശാന്തിയായ ഒരു പൊതുപ്രവർത്തകൻ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ ഒരു പൊതുപ്രവർത്തകൻ തന്റെ സമീപ പ്രദേശത്തെ യുവാക്കളെ പോലീസ് അസഭ്യം പറഞ്ഞതിനെ തുടർന്ന് എന്തിനാണ് ഇങ്ങനെ അസഭ്യം പറയുന്നതെന്ന് ചോദിച്ച പൊതുപ്രവർത്തകനെ അകാരണമായി പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വഴിയിലുടനീളം മർദ്ദിച്ച് തുണിയില്ലാതെ ഷർട്ടില്ലാതെ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തുകൂടെ ഇറങ്ങി അകത്ത് കയറ്റി CCTV ഉള്ള സ്ഥലങ്ങളിൽ കണ്ട കാഴ്ച ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. CCTV ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇവർ കാണിച്ച അക്രമം എന്തായിരിക്കുമെന്ന് ഒക്കെ നമ്മൾ കാണുകയാണ്. എന്നാൽ അതെല്ലാം പോലീസ് സേനയ്ക്ക് പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ, അതിനൊരു സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വരുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. നമുക്കതെല്ലാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എങ്കിൽ നമ്മുടെ തൃശൂർ ജില്ലയിലുള്ള ചൊവ്വന്നൂർ മണ്ഡലത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, ബഹുമാനായ പ്രസിഡന്റ് ശ്രീ പുലർത്തേണ്ട സാഹചര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ മറന്നുകൊണ്ട് സമരം ചെയ്യുന്ന പ്രവർത്തകർക്കെതിരെയും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും UDFന്റെയും ഒക്കെ നേതാക്കൾക്ക് നേരെയും നടത്തുന്നുണ്ട്. അത് നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള സമരപരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുമെന്ന് നിങ്ങളോട് വിനയപൂർവ്വം സൂചിപ്പിക്കുവാനാണ് ഇന്ന് കേരളത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് ആഹ്വാനം ചെയ്ത പ്രകാരമുള്ള ശ്രീമതി അധ്യക്ഷൻ, DCC അംഗം ശ്രീ ജോയ് പോൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാര്, അതുപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് ദൃശ്യങ്ങളാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് കേരളം മാത്രമല്ല ലോകം മുഴുവൻ കണ്ടതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇട്ടാൽ ആളുകളെ തല്ലാനും തല്ലിയൊതുക്കാനും പണപ്പിരിവ് നടത്താനുമുള്ള ഉപാധിയാണ് എന്ന് വിശ്വസിക്കുന്ന ചില ക്രിമിനലുകൾ കേരള പോലീസിലുണ്ട് എന്ന് ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കുട്ടമ്പിള്ള പോലീസിന്റെ കാലഘട്ടത്തിൽ നിന്നും കേരളം വളരെയധികം മുന്നോട്ട് പോയി എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും ഈ ചില ഏമാന്മാർക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ആ പോലീസ് അതിക്രമം, സുജിത്ത് എന്ന് പറയുന്ന വളരെ മാന്യമായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നേരിടേണ്ടി വന്ന അതിക്രമം, അദ്ദേഹം പോലീസ് ഈ സുജിത്തിന്റെ ചില സഹപ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയപ്പോൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തിനാണ് ചീത്ത വിളിക്കുന്നത് എന്ന് ചോദിച്ചൊരു തെറ്റ് മാത്രമാണ് ഈ സുജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചെയ്തത്. കാരണം ആ ചെറുപ്പക്കാരൻ വിചാരിച്ചത് താനൊരു ജനാധിപത്യ രാജ്യത്തിൽ പൗരാവകാശങ്ങളുള്ള ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു നിയമം അനുശാസിക്കുന്ന പൗരൻ എന്ന നിലയിൽ പോലീസ് തോന്നിയവാസം കാണിച്ചപ്പോൾ അത് ചോദ്യം ചെയ്യുക എന്ന പൗരധർമ്മമാണ് സുജിത്ത് എന്ന ചെറുപ്പക്കാരൻ ചെയ്തത്. എന്നാൽ അങ്ങനെ ചോദിച്ചത് പോലീസ് ഏവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കുപ്പായം ഇട്ട് കഴിഞ്ഞാൽ, യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് പോലീസുകാരോട് ചോദ്യം ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത തമ്പുരാക്കന്മാരാണ് തങ്ങളെന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകൾ കാക്കിയിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. ആ വിശ്വാസം വെച്ചുകൊണ്ടാണ് സുജിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നതും വാഹനത്തിൽ വെച്ച് മർദ്ദിക്കുന്നതും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദനത്തിന് വിധേയമാക്കുന്നതുമൊക്കെ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് സുജിത്തിനെ മർദ്ദിക്കുന്ന കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. CCTV ഉള്ള പ്രദേശത്ത് വെച്ച് മർദ്ദിച്ച മർദ്ദനങ്ങളാണ് നമ്മൾ കണ്ടത്. പോലീസ് സ്റ്റേഷനിൽ CCTV ഇല്ലാത്ത മുറികളുമുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ CCTV ഇല്ലാത്ത മുറികളിൽ കൊണ്ടുപോയി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ആ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്ര ക്രൂരമായ മർദ്ദനമാണ് ആ ചെറുപ്പക്കാരൻ ഏൽക്കേണ്ടി വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇത് നടന്നത് 2023 ഏപ്രിൽ 6-നാണ്. 2 വർഷത്തിലധികമായി ഇങ്ങനെ ഒരു മർദ്ദനം നടന്നിട്ട് അന്ന് തന്നെ ആ ചെറുപ്പക്കാരൻ അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സാധ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളിലും പരാതി കൊടുത്തു. ആ പരാതി അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുവാനായിട്ട് പോലീസ് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ കേരള പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും സമീപനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. സുജിത്തിന് നേരിടായ ആതിക്രമം സാധാരണ തീർത്തും പൂർണ്ണ ആരോഗ്യവാനായ ഒരാളായതുകൊണ്ടാണ് സുജിത്ത് ഇത്രയും കാലം ജീവിച്ചിരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സുജിത്തുമായി ഉണ്ടാകുന്ന തർക്കം, അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിൽ ആ കവലയിൽ അദ്ദേഹം ആ ലൈബ്രറിയുടെ പ്രസിഡന്റ് സെക്രട്ടറിയും കൂടിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്.
അവിടെ പോലീസ് വന്ന് 3-4 പേരോട് തർക്കമുണ്ടാകുന്നു. അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നു. നീ ആരടാ എന്ന് ചോദിക്കുന്നു. പിടിച്ച് വലിച്ച് വണ്ടിയിൽ കയറ്റുന്നു, കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുന്നു. രാവിലെയും വൈകുന്നേരവും അമ്പലത്തിലെ പൂജ നടത്തുന്ന ഒരു പൂജാരിയാണ് അദ്ദേഹത്തെ മർദ്ദിച്ച് അവസരാക്കി മെഡിക്കൽ നടത്തിയത് മദ്യം കഴിച്ചിട്ടുണ്ടോ എന്ന് ഒന്നറിയണം. അത് മാത്രമല്ല, പാൻപരാഗോ മറ്റെന്തെങ്കിലും രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെങ്കിലും എന്തെങ്കിലും കഴമ്പ് കണ്ടെത്തണം. അനുകൂലമാണ് എന്നാണ് എന്റെ മതം. ഞാനിത് പറയുവാൻ കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പോലീസിലുള്ള 3-ാം മുറ അവസാനിപ്പിക്കുമെന്നാണ് പണ്ടൊക്കെ ഇവർ പറഞ്ഞു നടന്നത്. അധികാരം കിട്ടിയപ്പോൾ ഏതിനോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെയും ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിന്റെയും ചിന്ത നാമൊക്കെ കാണുന്നത്. നാട് നിന്ന് ആരംഭിച്ചു പോകുന്നൊരു യാത്ര, ആ യാത്ര നീലീശ്വരത്ത് വന്നപ്പോ ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ 4 പ്രവർത്തകരെ ജാമ്യമില്ല വകുപ്പിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഒരു സംഭവം ഉണ്ടായില്ലേ? നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ സംഭവത്തിൽ ഉണ്ടായത് എന്താണ്? പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നേരിട്ടത് ആരാണ് ചെയ്തത്? ഇവിടുത്തെ ACP ഉൾപ്പെടെയുള്ള ആളുകളല്ലേ? ആ വളരെ സമാധാനത്തോടുകൂടി DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ കോടനാട് മുതൽ ഇവിടെ വരെ അച്ചടക്കത്തോടുകൂടി നടത്തിയിരുന്ന ആ പരിപാടിയിലേക്ക് വാഹനം ഓടിച്ച് കയറ്റി അലങ്കോലപ്പെടുത്തി പ്രശ്നമുണ്ടാക്കിയത് പോലീസ് തന്നെയായിരുന്നില്ലേ?